ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച കേസിൽ മുഖ്യപ്രതി സൊല്യൂഷൻ സിഇഒ മുഹമ്മദ് ഷുഹൈബിനെ ഇന്ന് താമരശ്ശേരി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. ഷുഹൈബിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ ക്രൈംബ്രാഞ്ച് അപേക്ഷയും നൽകും. ഒളിവിൽ കഴിയുകയായിരുന്ന ഷുഹൈബ് കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി കീഴടങ്ങുകയായിരുന്നു. കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ദിസ്ന, എന്തൊക്കെയാണ് കൂടുതലായിട്ട് അറിയാൻ കഴിയുന്നത്? ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിലെ മുഖ്യപ്രതി സൊല്യൂഷൻ സിഇഒ മുഹമ്മദ് ഷുഹൈബിനെ ഇന്ന് താമരശ്ശേരി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. ക്രൈംബ്രാഞ്ച് കസ്റ്റഡി അപേക്ഷയും നൽകും. ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് ഷുഹൈബ് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി കീഴടങ്ങിയത്. അതേസമയം ചോദ്യപേപ്പർ ചോർത്തിയ മലപ്പുറത്തെ അൺഎയ്ഡഡ് സ്കൂളിലെ പിയൂൺ അബ്ദുൽ നാസറിനെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സൊല്യൂഷനിലെ അധ്യാപകൻ ഫഹദിന് ചോദ്യങ്ങൾ ചോർത്തി നൽകിയത് ഇയാളാണെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഷുഹൈബ് കഴിഞ്ഞ ദിവസം കീഴടങ്ങിയുണ്ടായി. ഇത് കൂടുതൽ പ്രതികൾ അല്ലെങ്കിൽ ആസൂത്രിതമായി നടത്തിയ ഒരു സംഭവമാണെന്നൊരു നിഗമനത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് എത്തിയിട്ടുള്ളത്. പക്ഷേ ഷുഹൈബ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് തന്റെ ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തെ തകർക്കുവാൻ വേണ്ടി ആരൊക്കെയോ മുൻകൂട്ടി ചെയ്ത വൈരാഗ്യമാണ് എന്നൊരു കാര്യമാണ്. എന്നാൽ കൃത്യമായി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത് കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ ഒരു പദ്ധതി തന്നെയാണ് ചോദ്യപേപ്പർ ചോർച്ച എന്ന നിഗമനത്തിലേക്ക് തന്നെയാണ് ക്രൈംബ്രാഞ്ച് എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഷുഹൈബിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷയും കോടതിയിൽ ക്രൈംബ്രാഞ്ച് സംഘം സമർപ്പിക്കും എന്നൊരു വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ടല്ലോ.